നാളെ, അതായത് ഈ വരുന്ന ഫെബ്രുവരി 2-ാം തീയതി വസന്ത പഞ്ചമിയാണ്. സൗത്ത് ഒഴികെയുള്ള മിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇത് പല ഐതിഹ്യങ്ങളുമുള്ള ഒരു വലിയ ആഘോഷമാണ്. അതിലെ ഒരു ഐതിഹ്യം, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാവിന് ഒരു പൂർണ്ണത തോന്നാതെ തൻ്റെ കമണ്ഡലുവിൽ നിന്നും പുണ്യജലം തളിച്ചപ്പോൾ വീണാവാണിയായ സരസ്വതി ദേവി ഉത്ഭവിച്ചുവെന്നും ദേവി പ്രപഞ്ചത്തിൽ വിവേകവും വിജ്ഞാനവും സംഗീതവും എല്ലാം നൽകി അങ്ങനെ പൂർണ്ണത നൽകിയ ദിവസമാണെന്ന് പറയപ്പെടുന്നു. ദേവിയുടെ ജന്മനാളായതിനാൽ വസന്ത പഞ്ചമി നാളിൽ ദേവീ പൂജകളും ദേവീക്ഷേത്ര ദർശനങ്ങളും കലാപഠനത്തിന് തുടക്കം കുറിക്കലുമെല്ലാം നടത്തിവരുന്നു. പരമശിവന്റെ കഠിന തപസ്സിളക്കി പാർവതി ദേവിയുമായി രമിക്കാനായി വസന്തകാലം സൃഷ്ടിച്ച കാമദേവനെ പരമശിവൻ തൃക്കണ്ണാൽ ചുട്ടരിച്ച ശേഷം കാമദേവന്റെ പത്നിയായ രതീദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് കാമദേവനെ പുനർജീവിച്ച ദിവസവും വസന്തപഞ്ചമി നാളിലാണ്. പൊതുവെ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചും പട്ടം പറത്തിയും മധുരം നൽകിയുമെല്ലാം വസന്തകാലത്തിൻ്റെ ഈ ഒരു പുത്തൻ ഉണർവിനെ വരവേൽക്കുകയാണ് വസന്തപഞ്ചമി നാളിൽ.